ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 3 കർമ്മയോഗം. ശ്ലോകം 25. സക്താ കർമ്മണ്യ വിദ്വാംസോ യഥാ കുർവന്തി ഭാരത കുര്യാദ് വിദ്വാംസ്തഥാ സക്താ ചികീർഷുർലോകസംഗ്രഹം. വിവർത്തനം. അറിവില്ലാത്തവർ ഫലകാംക്ഷ മൂലം കർത്തവ്യങ്ങൾ നിറവേറ്റുന്നത് പോലെ വിദ്വാൻമാരും ജനങ്ങളെ നല്ല വഴിക്കു നയിക്കാൻ വേണ്ടി പ്രവർത്തിക്കണം. പക്ഷേ അവർ ഫലത്തിൽ ആസക്തരാകാൻ പാടില്ല. ഭാവാർത്ഥം: കൃഷ്ണാവബോധമുള്ളവനും അതില്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം ആഗ്രഹങ്ങളുടെ കാര്യത്തിലാണ്. കൃഷ്ണാവബോധമുള്ള ആൾ അതിൻ്റെ വളർച്ചയ്ക്കുതകാത്തതായ ഒരു കർമ്മവും ചെയ്യുകയില്ല. ഭൗതിക കർമ്മങ്ങളിൽ താല്പര്യമേറിയ ഒരു അജ്ഞനെ പോലെ അയാൾ ചിലപ്പോൾ പ്രവർത്തിച്ചുവെന്നു വരാം. എന്നാൽ അജ്ഞൻ അങ്ങനെ ചെയ്യുന്നത് സ്വന്തം ഇന്ദ്രിയപൂർത്തിക്കു വേണ്ടിയും ഭക്തൻ ഭഗവത് പ്രീതിക്കു വേണ്ടിയുമായിരിക്കും. അതുകൊണ്ട് കർമ്മം ചെയ്യേണ്ടത് എങ്ങനെയെന്നും അതിൻ്റെ ഫലങ്ങൾ കൃഷ്ണാവബോധത്തിന് ഉപയോഗപ്പെടുത്തേണ്ടത് എങ്ങനെയെന്നും ഭക്തന്മാർ ജനങ്ങൾക്ക് കാട്ടിക്കൊടുക്കേണ്ടതുണ്ട്. ശ്ലോകം 26. ന ബുദ്ധിഭേദം ജനയേത ജ്ഞാനാം കർമ്മസംഖ്യാനാം ജോഷയേത് സർവകർമാണി വിദ്വാൻ യുക്ത സമാചരൻ. വിവർത്തനം. വിധിക്കപ്പെട്ട കർമ്മങ്ങളുടെ ഫലത്തിൽ ആസക്തിയുള്ള അജ്ഞരായ ആളുകളെ വിദ്വാൻമാർ കർമ്മം ചെയ്യുന്നതിൽ നിന്നും വിലക്കരുത്. ഭക്തിഭാവനയോടെ കൃഷ്ണാവബോധത്തിൻ്റെ ക്രമേണയുള്ള പുരോഗമനത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ അവരെ പ്രേരിപ്പിക്കണം. ഭാവാർത്ഥം: വേദൈശ്ച സർവൈരഹമേവ വേദ്യ. ഇതാണ് എല്ലാ വൈദിക ക്രിയകളുടെയും ലക്ഷ്യം. വേദോക്തങ്ങളായ എല്ലാ ചടങ്ങുകളും യജ്ഞാനുഷ്ഠാനങ്ങളും ഭൗതിക കർമ്മങ്ങളെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും കൃഷ്ണാവബോധത്തിനു വേണ്ടിയുള്ളവയാണ്. കൃഷ്ണനാണ് ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം. ബദ്ധരായ ജീവാത്മാക്കൾക്ക് ഇന്ദ്രിയ സുഖഭോഗങ്ങളിൽ കവിഞ്ഞതായൊന്നും അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അവയ്ക്കു വേണ്ടി വേദപഠനം നടത്തുന്നു എന്നു മാത്രം. വൈദിക ചടങ്ങുകളാൽ നിയന്ത്രിതമായ കാമ്യകർമ്മങ്ങളും ഇന്ദ്രിയ സന്ദർപ്പണവും ഒരാളെ ക്രമേണ കൃഷ്ണാവബോധത്തിലേക്ക് ഉയർത്തുന്നു. അതുകൊണ്ട് കൃഷ്ണാവബോധത്തിൽ ആത്മസാക്ഷാത്കാരം പ്രാപിച്ചവർ മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങളിലോ ചിന്താഗതികളിലോ ഇടപെട്ട് അവരെ അലട്ടേണ്ടതില്ല. സർവകർമ്മങ്ങളുടെയും ഫലത്തെ കൃഷ്ണന് സമർപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് സ്വന്തം പ്രവൃത്തികളിൽ കാട്ടിക്കൊടുക്കുകയാണ് വേണ്ടത്. ഇന്ദ്രിയ സുഖത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന മൂഢന് എങ്ങനെ പെരുമാറണം, എങ്ങനെ കർമ്മം ചെയ്യണം എന്ന് ബോധ്യപ്പെടാവുന്ന വിധത്തിൽ വേണം അഭിജ്ഞനായ കൃഷ്ണഭക്തൻ പ്രവർത്തിക്കേണ്ടത്. മൂഢന്റെ പ്രവൃത്തിയെ തടയേണ്ടതില്ല. കുറച്ചെങ്കിലും കൃഷ്ണാവബോധമുള്ള ഒരാൾക്ക് മറ്റു വൈദിക നിബന്ധനകളെ കാത്തിരിക്കാതെ നേരിട്ട് ഭഗവത് സേവനത്തിൽ ഏർപ്പെടാം. ഭാഗ്യവാനായ അയാൾക്ക് ഇത്തരം ചടങ്ങുകളുടെ ആവശ്യമില്ല. കൃഷ്ണാവബോധം സ്വീകരിക്കുന്നത് മൂലം വിധിക്കപ്പെട്ട കർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ട് കിട്ടാവുന്ന ഫലങ്ങളെല്ലാം നേരിട്ട് സിദ്ധിക്കുന്നതാണ്. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.